Hello guys, I am Ahmed and welcome back to my channel Super Earnest. The one and Super Earnest or Super Heroes. Super Earnest ടീമിൻ്റെ ഒരു പുതിയ മാർവലിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ് അങ്ങനെ ഫൈനലി ഗൈസ് അങ്ങനെ നമ്മുടെയൊക്കെ മാർവൽ ഫാൻസിൻ്റെ ഒരുപാട് നാളത്തെ ഉറക്കമില്ലായ്മയ്ക്ക് ശേഷം അങ്ങനെ മാർവൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കുള്ള ഫസ്റ്റ് ഒഫീഷ്യൽ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ എന്തായാലും ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞതാണ്, ഇനി ഈ ലീക്കിനെ കുറച്ച് ഒരുപാട് ടീസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യില്ലെന്ന് പറഞ്ഞതാണ്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തതാണ്. ബട്ട് എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. ഒഫീഷ്യലി ഡ്രോപ്പ് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സോ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒഫീഷ്യലി ഡ്രോപ്പ് ആയിരിക്കുകയാണ്. സോ എന്തൊക്കെ തന്നെയായാലും നമുക്ക് സമയം കളയേണ്ട, നേരെ നമുക്ക് ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ടീസർ ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാം. സോ നമുക്കറിയാം, ഇപ്പോഴത്തെ ഫാൻസിന് വേണ്ടി പറഞ്ഞുതരാം. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോകുന്ന പുതിയ ഫാൻസിന് വേണ്ടി പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഇപ്പം കടന്നു പോകൊണ്ടിരിക്കുന്ന സമയം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ സമയത്തൊക്കെ ഒരു ഹൈപ്പുണ്ട്. ആ ഒരു ഹൈപ്പ് ലെവലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ കാട്ടിയതുകൊണ്ട് എനിക്ക് പേഴ്സണലി അതിനെ കാട്ടിയതുകൊണ്ട്. സോ എന്തൊക്കെ തന്നെയായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഗൈസ്. സോ ഡാം എക്സൈറ്റഡ്. സോ എന്തൊക്കെ തന്നെ ടൈം കളയണ്ട, നമുക്ക് നേരെ ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നത് അടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ ഗൈസ് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ ലീക്സിൻ്റെയൊക്കെ ഒരു ഇതനുസരിച്ച് ഏതാണ്ട് 1 മിനിറ്റിൻ്റെ മുകളിലുള്ള ഒരു ടീസറാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ ടീസറിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു സ്ഥലം, അതായത് ഒരു പഴയ കാലത്ത് നടക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരാൾ ബൈക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് ശേഷം നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കണ്ട അതേ വീട്, അതായത് ക്യാപ്റ്റനും പെഗി നമ്മൾ എൻഡ് ഗെയിമിൻ്റെ എൻഡിങ്ങിൽ കണ്ട സെയിം വീട് അത് നമ്മൾ കാണുന്നു. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് സ്റ്റീവ് റോജേഴ്സാണ്. സോ സ്റ്റീവ് റോജേഴ്സ് അവിടെ ഒരു ബൈക്കിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ബൈക്കിൽ നിന്ന് പുള്ളിക്കാരൻ ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. സോ അവിടെ ആ ഡോറിലോട്ട് പുള്ളിക്കാരൻ പതുക്കെ നടന്നു വരുമ്പോൾ ആ ഡോറിൽ പുള്ളിക്കാരൻ്റെ ഫേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഗൈസ് ഇവിടെ നമ്മൾ ഈ ടീസർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം ഇത് വലിയ ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള സംഭവം തന്നെയാണ്. സോ നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ പെഗ്ഗിയായിട്ട് ജീവിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ നമ്മളൊരു സന്ദർഭത്തിൽ കണ്ടതാണ് എൻഡ് ഗെയിമിൽ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ വയസ്സായ സ്റ്റീവ് റോജേഴ്സ് വന്നിട്ട് നമ്മുടെ സാം വിൽസണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് കൊടുക്കുന്നു. സോ ഈ ടൈം ട്രാവൽ, അതായത് നമ്മുടെ ക്യാപ്റ്റൻ ചെയ്തിട്ടുള്ള ടൈം ട്രാവൽ അല്ലെങ്കിൽ സ്റ്റീവ് റോജേഴ്സ് ചെയ്തിട്ടുള്ള ടൈം ട്രാവലിനെ കുറിച്ച് ഒരു ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാർവലിൻ്റെ ഭാഗത്തില്ല, അല്ലെങ്കിൽ തന്നെ മാർവലിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സിലൊന്നും തന്നെയും ഈ ഒരു സംഭവത്തിനെ കുറിച്ച് റിവീൽ ചെയ്തിട്ടുമില്ല, അല്ലെങ്കിൽ ഒരു റെഫറൻസും കൊടുത്തിട്ടില്ല. സോ നമുക്ക് അറിയാവുന്നതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ടൈം ട്രാവൽ ഡിവൈസ്, സോ നമ്മളെ സ്റ്റീവ് റോജേഴ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക ടൈം ട്രാവൽ ചെയ്തത് പിം പാർട്ടിക്കിൾസിൻ്റെ സഹായത്തോടെയാണ്. സോ അത് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഫിനിറ്റി സ്റ്റോൺസ് കൊണ്ടുപോയി പാസ്റ്റിൽ അല്ലെങ്കിൽ അത് എവിടെ ഇരുന്നോ അവിടേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ടൈം ട്രാവൽ ചെയ്തത്. സോ പുള്ളിക്കാരൻ ടൈം ട്രാവൽ ചെയ്തത് ആവട്ടെ ഒരു ഡിവൈസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ പുള്ളിക്കാരൻ റിട്ടേൺ ആയത് നിങ്ങൾ ഓർത്തെടുത്താൽ മതിയാവും. അതായത് പുള്ളിക്കാരൻ ആ ഒരു ബെഞ്ചിൽ നിന്ന്, വയസ്സായ ഓൾഡ് മാൻ ക്യാപ്റ്റൻ അമേരിക്ക ആയത് ആ ഒരു ബെഞ്ചിലിരുന്നിട്ടാണ് നമ്മൾ പിന്നീട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ നമ്മൾ കാണുന്നത്. സോ ഈ ഒരു ഇതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പെഗ്ഗിയുടെ അടുത്തോട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് പോയത്. പുള്ളിക്കാരൻ പോയതാവട്ടെ 1940കളിൽ എന്നാണ് നമുക്കിപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്നാണ് പലരും പറയുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യലി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. സോ എന്തൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ പെഗ്ഗിയുമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടിയിട്ട് പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്യുകയും പിന്നീട് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ
ആ ഒരു ഓൾഡ് മാൻ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്നിട്ട് നമ്മുടെ സാമിന് ഷീൽഡ് കൊടുത്തു. സോ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും ഇതൊരു ബ്രാഞ്ചഡ് ടൈം ലൈൻ, അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് പോയി നമ്മുടെ പെഗ്ഗിയോടൊപ്പം താമസിച്ചത് ഒരു ബ്രാഞ്ചഡ് ടൈം ലൈനിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു ഇത് എന്താ പറയുക സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ബ്രാഞ്ചഡ് ടൈം ലൈൻ ആണെങ്കിൽ തന്നെ എന്തുകൊണ്ട് നമ്മളെ ടിവിയെ അത് തടഞ്ഞില്ല? സോ മറ്റൊരു തിയറി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും ലീക്ക്ഡായിട്ടുള്ള ഇമേജസിലും മറ്റും കണ്ടതായിരിക്കും. നമ്മുടെ പെഗ്ഗിയെ പോലെ ഒരാൾ പ്രൂൺ ചെയ്യപ്പെട്ട് ടി വിയുടെ ഓഫീസിലോട്ട് പോകുന്നത്. സോ അത് ഒരു സാധ്യതയാണ്. അതായത് ഈ ഒരു ബ്രാഞ്ചഡ് ടൈം ലൈൻ സ്റ്റീവ് ക്രിയേറ്റ് ചെയ്യുകയും അതിനാൽ തന്നെ നമ്മുടെ ടി വിയെ അവരൊന്ന് കണ്ടുപിടിക്കുകയും ടി വിയെ അവരെ പ്രൂൺ ചെയ്ത് കൊണ്ടുപോകുന്നത് അതൊരു സാധ്യതയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ചെയ്തൊരു ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഇന്നും MCUവിലെ തന്നെ വൺ ഓഫ് ദ അൺആൻസേർഡ് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ആയിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. സോ അത് തീർച്ചയായിട്ടും നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ആൻസർ ചെയ്യും അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇനി നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ 40കളിലേക്ക് പോയത്. സോ അവിടെ പുള്ളിക്കാരൻ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സൂട്ടൊക്കെ എടുത്ത് നോക്കുന്നതായിട്ട് കാണുന്നത്. സോ ആ സൂട്ടിലെടുത്ത് നോക്കുമ്പോൾ പുള്ളിക്കാരൻ എടുത്ത് നോക്കുകയും അതൊരു പെട്ടിക്കകത്തെടുത്ത് വയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ 3 സാധ്യതകളുണ്ട്. ഒന്ന്, പുള്ളിക്കാരൻ അതെല്ലാം കണ്ട് നൊസ്റ്റാൾജിയ അടിച്ച് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് തിരിച്ചു പോകണം എന്നുള്ളത്. സോ അവിടെ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ജീവിക്കാനായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് പുള്ളിക്കാരൻ അത് കൊടുത്തില്ല? അതായത് ആ ഷീൽഡും എല്ലാം മാൻറ്റിലെല്ലാം സാം വിൽസൺ കൊണ്ടുപോയി കൊടുത്തു ക്യാപ്റ്റൻ അമേരിക്ക. രണ്ടാമത്തതെന്ന് പറയുന്നത് എന്താ പറയുക, പുള്ളിക്കാരൻ ഡോക്ടർ ഡൂമിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് വരുന്നതാകാം. അല്ലെങ്കിൽ മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തൻ്റെ സൂപ്പർ ഹീറോ ലൈഫെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു സാധാരണ ഒരു ഫാമിലി ലൈഫ് താൻ ആഗ്രഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവളായ പെഗ്ഗിയോടൊപ്പമുള്ള സാധാരണ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ആയിരിക്കും പുള്ളിക്കാരൻ അതെടുത്ത് ബോക്സിലോട്ട് എടുത്ത് വെച്ചത്. സോ ഇതെല്ലാം 3 സാധ്യതകളാണ്. എന്തൊക്കെ തന്നെയായാലും പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഫുൾ സ്ട്രക്ചറാണ്, പുള്ളിയുടെ ഫുൾ ഫ്രണ്ട് ഫേസ് നമ്മൾ കാണുന്നു. സോ അവിടെ പുള്ളിക്കാരൻ്റെ കയ്യിലൊരു കൊച്ചുണ്ട്. സോ ആ കൊച്ചെന്ന് പറയുന്നത് അഫ്കോഴ്സ് നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ ഒരിതുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെയും നമ്മുടെ പെഗ്ഗി കാർട്ടറിൻ്റെയും മകനാകാനായിരിക്കും സാധ്യത. സോ അതിനെക്കുറിച്ച് നമുക്ക് തൽക്കാലം നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. പക്ഷെ എന്നാൽ പോലും ഈ ക്യാപ്റ്റൻ്റെ ഒരു മിസ്റ്ററി ആയിട്ടുള്ളത് കോമിക്സിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക മൂണിലൊക്കെ പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് കുറേ നാൾ ഇതേപോലെ ഒളിഞ്ഞ് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് കോമിക്സിൽ. സോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജറിൽ ഒരു എപ്പിസോഡിൽ നമ്മുടെ സാം വിൽസണിൻ്റെ അടുത്ത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് വന്ന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ എന്താ പറയുക, അതായത് നമ്മുടെ ജേക്കൻ ടോസ് പുള്ളിക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കറിയായിരിക്കുമല്ലേ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഇപ്പോൾ എവിടെയാണുള്ളത്? അപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കറിയാം, പുള്ളിക്കാരൻ ഇപ്പോൾ മൂണിലാണ് എന്നൊക്കെ പറഞ്ഞൊരു ടീസ് ചെയ്യുന്നുണ്ട്. സോ അത് മൂവിയിലോട്ട് വരുമ്പോൾ നടക്കില്ലെങ്കിൽ മൂവിയിലോട്ട് വരുമ്പോൾ എന്താണ് സ്റ്റീവ് റോജേഴ്സിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീവ് റോജേഴ്സിൻ്റെ ആ ഒരു ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്ററീസ് ഇൻ MCU. കാരണം നമുക്കറിയാം പുള്ളിക്കാരൻ ടൈം ട്രാവൽ ചെയ്തു, പെഗ്ഗിയുടെ അടുത്ത് പോയി, പിന്നീട് തിരിച്ച് നമ്മുടെ മെയിൻ MCU ടൈമിലോട്ട് വന്ന് സാമിനെ ആ ഷീൽഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒട്ടും ക്ലിയർ അല്ല. സോ അതിന് വേണം നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്. സോ എന്തൊക്കെ തന്നെയായാലും ഇത്രയായിരുന്നു ആ ടീസറുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ അതിൽ സ്റ്റീവ് റോജേഴ്സ് വിൽ റിട്ടേൺ എന്നാണ് എഴുതി കാണിക്കുന്നത്. സോ ഒന്ന് ശ്രദ്ധിക്കണം, സ്റ്റീവ് റോജേഴ്സ് വിൽ റിട്ടേൺ എന്നാണ് എഴുതി കാണിക്കുന്നത്, ക്യാപ്റ്റൻ അമേരിക്ക വിൽ റിട്ടേൺ എന്നല്ല. പക്ഷേ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്പെക്കുലേഷനാണ് ഗൈസ്. അതായത് നമ്മുടെ ഈ ടീസർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഈ ടീസർ ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യപ്പെട്ടത്, പിന്നീടാണ് യൂട്യൂബിലോട്ട് വന്നത്.
ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. സോ ആദ്യം ഞാൻ ഇത് കണ്ടത് റൂസോ ബ്രദേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ്. അവർ ഇട്ട ഒരു 5 സെക്കൻഡ് ആയപ്പോൾ തന്നെ ഞാൻ കണ്ടു. ആ 5 സെക്കൻഡിൽ കണ്ടപ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ, ദ ക്യാരക്ടർ വി ഓൾ ഗ്രൂ അപ്പ് ടു, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ക്യാപ്ഷൻ അവരിട്ടിരിക്കുന്നത്. സോ സ്റ്റീവ് റോജേഴ്സിനെ ആർക്കും സ്റ്റീവ് റോജേഴ്സ് ഈസ് ഓഫ് കോഴ്സ് എ ഗ്രേറ്റ് ക്യാരക്ടർ, ബട്ട് ക്യാപ്റ്റൻ അമേരിക്ക ആയിരിക്കാം അവർ ഉദ്ദേശിച്ചത്. സോ എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ നമ്മുടെ മാർവൽ ടൈമിൽ, അല്ലെങ്കിൽ മെയിൻ മാർവലിൽ നമ്മുടെ സാം വിൽസൺ ആണ് ക്യാപ്റ്റൻ അമേരിക്ക. എന്തൊക്കെ തന്നെയായാലും സാമും ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ സ്റ്റീവ് റോജേഴ്സും വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. നമ്മളെ ബക്കിയും കണ്ടുമുട്ടാം. സോ പിന്നീട് അതിന് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു കൗണ്ട് ഡൗൺ ആണ്. ആ കൗണ്ട് ഡൗൺ വന്നിട്ട് ഇനി 11 മാസം കൊണ്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഇറങ്ങാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൗണ്ട് ഡൗൺ ആണ് നമ്മളവിടെ കാണുന്നത്. സോ എന്തൊക്കെ തന്നെയായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു എൻ്റേതായിട്ടുള്ള എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലീക്കായിട്ടുള്ളതൊന്നും ചെയ്യാത്തത്. സോ എന്തൊക്കെ തന്നെയായാലും ആസ് എ ഫസ്റ്റ് ടീസർ വളരെയധികം കിടിലമായിട്ട് തന്നെയാണ് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് എനിക്കൊരു ഹ്യൂജ് റെസ്പെക്റ്റ് ഉണ്ട്. അതായത് ഈ ടീസർ ലീക്കായിട്ട് കാണാതെ ഒഫീഷ്യലി എന്നെപ്പോലെ കണ്ട് നിങ്ങളെല്ലാവരുടെ അടുത്തും ഐ റെസ്പെക്റ്റ് യു ആർ റെസ്പോൺസിബിൾ മാർവൽ ഫാൻസ് എന്ന് എനിക്ക് പറയുള്ളൂ. സോ എന്തൊക്കെ തന്നെയാലും നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നതനുസരിച്ച് ഇനി 3 ടീസർ കൂടെ വരാനുണ്ട്. അതായത് ഒരു ടീസർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, രണ്ടാമത്തെ ടീസർ എന്ന് പറയുന്നത് മറ്റൊരു ക്യാരക്ടർ, ഏറ്റവും അവസാനത്തെ ടീസർ എന്ന് പറയുന്നതാവട്ടെ നമ്മുടെ ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ മെയിൻ ടീസർ. സോ എന്തൊക്കെ തന്നെയാലും ഈ ഒരു വളരെ സന്തോഷമുണ്ട്. കാരണം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ആ ടൈമിൽ ഉണ്ടായ ആ ഒരു സംഭവം ഹാപ്പിനെസ് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല എല്ലാ മാർവൽ ഫാൻസിനും. സോ എന്തൊക്കെ തന്നെയായാലും സോ ഗൈസ് ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളൊരു പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാൽ ആദ്യം ദിസ് മീ ആത്മ സൂപ്പർ സ്റ്റേമെന്റ് സൂപ്പർ ഹീറോസ്.